ഡിയർ സ്റ്റുഡൻസ്, മേരീസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്നതാണ് മൂന്നാമതായിട്ട് പഠിക്കാനുള്ള ചാപ്റ്റർ. ഇവിടെ ഒരു ഗാർഡന്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഈ പെൺകുട്ടി പറയുകയാണ്, എന്ത് ഭംഗിയാണ് ഈ ഗാർഡൻ കാണാനെന്ന്. അപ്പോൾ ഈ കുട്ടി ഒരു സംശയം ചോദിക്കുകയാണ്, ഈ പൂക്കളെല്ലാം നമ്മൾ ഒരേ ലൈറ്റിലാണല്ലോ കാണുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് ഈ പൂക്കൾക്കെല്ലാം പല നിറങ്ങൾ? അതിന്റെ ആൻസർ എന്താണെന്ന് ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് പ്രിസം എന്നതാണ് ആദ്യമായിട്ട് പഠിക്കാനുള്ള ടോപ്പിക്. ഫിഗർ 3.1-ൽ ഒരു ഗ്ലാസ് പ്രിസം കാണിച്ചിട്ടുണ്ട്. ഫിഗർ 3.4-ൽ ഈ ഗ്ലാസ് പ്രിസത്തിന്റെ ഒരു 3 ഡയമെൻഷണൽ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഈ ഭാഗമാണ് ബേസ്. ഒരു ലേസർ ടോർച്ച് ഉപയോഗിച്ച് ഈ പ്രിസത്തിലൂടെ ഒരു ലൈറ്റ് ബീം കടത്തിവിടുക. പ്രിസത്തിന്റെ AB എന്ന ഫേസിലാണ് ലൈറ്റ് വന്നു വീഴുന്നത്. ലൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ റേ ഓഫ് ലൈറ്റ് നേരെയായിരുന്നു പോകേണ്ടിയിരുന്നത്. പക്ഷേ ഈ ഗ്ലാസ് പ്രിസത്തിലൂടെ കടന്നു കഴിഞ്ഞപ്പോൾ ഈ റേ ഓഫ് ലൈറ്റിന്റെ പാത്തിന് ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നു. റേ നേരെ പോകുന്നതിന് പകരം താഴോട്ട് മാറി മറ്റൊരു പാത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ റേ ഇനി എയറിലേക്ക് കടന്നു പോവുകയാണ്. അതായത് ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് ഈ റേ കടന്നു പോകുന്നു. അവിടെയും ആ റേയുടെ പാത്തിന് ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നു. അത് താഴേക്ക് മാറി മറ്റൊരു പാത്തിലൂടെയാണ് പോകുന്നത്. അതായത് എയറിൽ നിന്ന് ഗ്ലാസിലേക്ക് പോയപ്പോഴും ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് പോയപ്പോഴും ഈ ലൈറ്റ് റേക്ക് ബെൻഡിങ് ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ലൈറ്റ് റേക്ക് ഉണ്ടാകുന്ന ബെൻഡിങ്ങിനാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എയറിൽ നിന്ന് ഗ്ലാസിലേക്ക് പോയപ്പോഴും ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് പോയപ്പോഴും ലൈറ്റ് റേക്ക് ബെൻഡിങ് സംഭവിച്ചിരിക്കുന്നു. ഫേസ് AB-യിലും ഫേസ് AC-യിലുമാണ് ലൈറ്റ് റേക്ക് റിഫ്രാക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. എയറിൽ നിന്ന് ഗ്ലാസിലേക്ക് പോയപ്പോൾ ഈ ലൈറ്റ് റേക്ക് ബെൻഡിങ് ഉണ്ടായത് ഈ ഗ്ലാസ് പ്രിസത്തിന്റെ ബേസിലേക്കാണ്. അതായത് നേരെ പോകുന്നതിന് പകരം ബേസിലേക്ക് ഡീവിയേറ്റ് ചെയ്തു. അതുപോലെ ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് പോയപ്പോൾ ഈ ലൈറ്റ് റേ നേരെ പോകുന്നതിന് പകരം ബെൻഡ് ചെയ്തത് ഈ ഗ്ലാസ് പ്രിസത്തിന്റെ ബേസിലേക്കാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് ഡീവിയേഷൻ? ആൻസർ ഈസ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ ഈസ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഐഡന്റിഫൈ ദ ഫേസസ് ഓൺ വിച്ച് ദ ലൈറ്റ് റേ അണ്ടർഗോസ് ഡീവിയേഷൻ. ഈ ലൈറ്റ് റേക്ക് ഡീവിയേഷൻ ഉണ്ടാകുന്ന രണ്ട് ഫേസസ് എന്ന് പറയുന്നത് AB-യും AC-യുമാണ്. Depict the path of light ray in your science diary. ഈ ലൈറ്റ് റേയുടെ പാത്ത് സയൻസ് ഡയറിയിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അതിന് ഒരു ട്രയാങ്കുലർ പ്രിസം വരയ്ക്കുക, ഒരു ലൈറ്റ് റേ വരയ്ക്കുക. ആ ലൈറ്റ് റേ നേരെ പോകുന്നതിന് പകരം അതിന്റെ പാത്ത് ബേസിലേക്ക് ഡീവിയേറ്റ് ചെയ്യിക്കുക. അതിനുശേഷം ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് ആ ലൈറ്റ് റേ പോകുമ്പോഴും ആ റേ നേരെ പോകുന്നതിന് പകരം അതിന്റെ പാത്ത് ബേസിലേക്ക് ഡീവിയേറ്റ് ചെയ്യിക്കുക. ആരോ കൊടുക്കാൻ മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ടുവേർഡ്സ് വിച്ച് പാർട്ട് ഓഫ് ദ പ്രിസം ഡസ് ദ ലൈറ്റ് റേ ഡീവിയേറ്റ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഇൻടു ദ പ്രിസം ഫ്രം എയർ? എയറിൽ നിന്ന് പ്രിസത്തിലേക്ക് കടക്കുമ്പോൾ ലൈറ്റ് റേ ഡീവിയേറ്റ് ചെയ്യുന്നത് പ്രിസത്തിന്റെ ഏത് പാർട്ടിലേക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേസ് ഈസ് ദ ആൻസർ. വാട്ട് അബൌട്ട് വെൻ ദ ലൈറ്റ് റേ പാസസ് ഫ്രം ദ പ്രിസം ഇൻടു എയർ? പ്രിസത്തിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോൾ ലൈറ്റ് റേ പ്രിസത്തിന്റെ ഏത് ഭാഗത്തേക്കാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്? അതും ബേസിലേക്ക് തന്നെയാണ്. ലൈറ്റ് റേ ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ബേസ്. സോ പ്രിസത്തിലേക്ക് കടക്കുമ്പോഴും പ്രിസത്തിൽ നിന്ന് ലീവ് ചെയ്യുമ്പോഴും ലൈറ്റ് റേക്ക് പ്രിസത്തിന്റെ ബേസിന്റെ ഭാഗത്തേക്ക് ഡീവിയേഷൻ ഉണ്ടാകുന്നത് റിഫ്രാക്ഷൻ കാരണമാണ്. When light ray enters and leaves
a prism, it deviates towards the base of the prism due to refraction. Dispersion of light ആണ് അടുത്തതായിട്ട് പഠിക്കാനുള്ള ടോപ്പിക്. ലേസർ ലൈറ്റിന് പകരം പ്രിസത്തിലൂടെ സൺലൈറ്റ് കടത്തിവിടുക. അതിനുവേണ്ടി ഒരു പ്ലെയിൻ മിറർ ഉപയോഗിച്ച് സൺലൈറ്റ് ഒരു വൈറ്റ് ബോളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യിക്കുക. ആ സൺലൈറ്റിന്റെ പാത്തില് ഒരു നാരോ സ്ലിറ്റ് വെക്കുക. ഈ ചെറിയ വിടവ് ഇവിടെ വെക്കുന്നത് തിൻ ബീം ഓഫ് സൺലൈറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഈ പ്രിസം വെക്കുന്നതിന് മുമ്പ് സ്ക്രീനിൽ വൈറ്റ് പാച്ച് ഓഫ് ലൈറ്റ് ആയിരിക്കും കാണപ്പെടുന്നത്. ഈ സൺലൈറ്റിന്റെ പാത്തിൽ ഒരു പ്രിസം വെക്കുക. പ്രിസത്തിന്റെ ഒരു സൈഡിലേക്ക് സൺലൈറ്റ് ചെരിഞ്ഞു വീഴുന്ന രീതിയിൽ വേണം പ്രിസം വെക്കാൻ. ഈ സ്ക്രീനിലെ വൈറ്റ് ലൈറ്റ് ഡിസപ്പിയർ ചെയ്യുകയും ഒരു റെയിൻബോയിൽ കാണപ്പെടുന്ന കളേഴ്സ് ഈ സ്ക്രീനിൽ കാണപ്പെടുകയും ചെയ്യും. അതായത് സൺലൈറ്റ് ഒരു പ്രിസത്തിലൂടെ കടത്തിവിട്ടപ്പോൾ പല കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു. ഇതിൽ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാകുന്ന കളറ് വയലറ്റ് ആണ്. റെഡിനാണ് ഏറ്റവും കുറവ് ഡീവിയേഷൻ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. Arrange a prism in the path of this beam so that it falls obliquely on one of its sides. Obliquely എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞു പതിയുക എന്നുള്ളതാണ്. What do you observe? Different colors as in a rainbow can be seen on the wall. Instead of white light, don't you see different colors as in a rainbow on the wall? Yes. So the sunlight splits into different colors. ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ഡീവിയേഷനിൽ ഈ കളേഴ്സ് എഴുതുകയാണെങ്കിൽ ആദ്യം എഴുതേണ്ടിയ കളറ് വയലറ്റ് ആണ്. കാരണം വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടായത്. അതിനുശേഷം ഇൻഡിഗോ, ദെൻ ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. റെഡിനാണ് ഏറ്റവും കുറവ് ഡീവിയേഷൻ ഉണ്ടായത്. സൺലൈറ്റ് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ കിട്ടിയ കളേഴ്സ് ആണ് വിബ്ജിയോർ. അല്ലെങ്കിൽ സൺലൈറ്റിലെ കമ്പോണന്റ് കളേഴ്സ് ആണ് വിബ്ജിയോർ. സൺലൈറ്റ് ഒരു വൈറ്റ് ലൈറ്റ് ആണ്. സോ ഒരു വൈറ്റ് ലൈറ്റിലെ കമ്പോണന്റ് കളേഴ്സിന്റെ ഓർഡർലി അറേഞ്ച്മെന്റിനാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ദ ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് ദ കമ്പോണന്റ് കളേഴ്സ് ഇൻ വൈറ്റ് ലൈറ്റ് ഈസ് കോൾഡ് സ്പെക്ട്രം. സൺലൈറ്റ് പ്രിസത്തിലൂടെ കടന്നുപോയപ്പോൾ എന്തുകൊണ്ടാണ് കമ്പോണന്റ് കളേഴ്സ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടത് എന്നതാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ഒരു ലൈറ്റ് ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഫേസിൽ വെച്ച് അതിന് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്, ഈ ഫേസിൽ വെച്ചും അതിന് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. അതായത് ലൈറ്റ് റേ ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ റിഫ്രാക്ഷൻ മൂലം രണ്ട് ഫേസസിൽ വെച്ച് ആ ലൈറ്റ് റേക്ക് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഈ ഡീവിയേഷൻ എല്ലാ കളേഴ്സിനും ഒരുപോലെ അല്ല. വയലറ്റിനായിരിക്കും ഡീവിയേഷൻ കൂടുതൽ, റെഡിനായിരിക്കും ഡീവിയേഷൻ കുറവ്. ബാക്കി കളേഴ്സിന്റെ ഡീവിയേഷൻ ഈ രണ്ട് കളേഴ്സിനും ഇടയ്ക്കായിട്ട് നിൽക്കും. What could be the reason for the deviation of the light ray? When light ray passes through a prism, it deviates at the two faces due to refraction. Is this deviation the same for all the colors? No. കളേഴ്സിനുണ്ടാകുന്ന ഡീവിയേഷനും അവയുടെ വേവ് ലെങ്തുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. വിബ്ജിയോറിന്റെ വേവ് ലെങ്തുകൾ തന്നിട്ടുണ്ട്. വയലറ്റിന്റെ വേവ് ലെങ്ത് 380 to 440 നാനോമീറ്റർ ആണ്. റെഡിൻ്റെത് 620 to 750 നാനോമീറ്റർ ആണ്. ഇവിടെ വേവ് ലെങ്ത് ഏറ്റവും കുറവുള്ളത് വയലറ്റിനാണ്. പക്ഷെ വയലറ്റിനായിരുന്നു ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ സംഭവിച്ചത്. റെഡിനാണ് ഇവിടെ വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ. റെഡിനാണ് ഡീവിയേഷൻ ഏറ്റവും കുറവ് സംഭവിച്ചത്. അതായത് ഒരു കളറിന്റെ വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ അതിനുണ്ടാകുന്ന ഡീവിയേഷൻ കുറവായിരിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. വിച്ച് കളർ ഓഫ് ലൈറ്റ് ഹാസ് ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്? വേവ് ലെങ്ത് ഏറ്റവും കുറവ് വയലറ്റിനാണ്. വിച്ച് ഹാസ് ദ ലോങ്സ്റ്റ്? വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ റെഡിനാണ്. വിച്ച് കളർ
deviates the most as it passes through a prism. പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഡീവിയേഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് വയലറ്റിനാണ്. വിച്ച് ഹാസ് ദ ലീസ്റ്റ് ഡീവിയേഷൻ, ഏറ്റവും കുറവ് ഡീവിയേഷൻ ഉണ്ടാകുന്നത് റെഡിനാണ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ചേഞ്ചസ് ഒബ്സർവ്ഡ് ഇൻ ദ ഡീവിയേഷൻ ഓഫ് കളേഴ്സ്? ഇങ്ങനെ കളേഴ്സിന് ഡിഫറെന്റ് ഡീവിയേഷൻസ് ഉണ്ടാകുന്നതിന്റെ കാരണം അവയുടെ വേവ് ലെങ്തുകളിലുള്ള വ്യത്യാസമാണ്. So difference in the wavelength of colors. How does the deviation of colors change with the increase in the wavelength as it passes through a prism? ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കളേഴ്സിന്റെ ഡീവിയേഷൻ വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഏത് രീതിയിലാണ് മാറുന്നത്? വേവ് ലെങ്ത് കൂടുതലുള്ള കളേഴ്സിന്റെ ഡീവിയേഷൻ കുറവായിരിക്കും. സോ ദ ഡീവിയേഷൻ ഓഫ് കളേഴ്സ് ഡിക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത്. ഒരു ലൈറ്റ് റേയുടെ ഡീവിയേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ആ ലൈറ്റ് റേയുടെ കളേഴ്സിന്റെ വേവ് ലെങ്ത് എന്ന് നമുക്ക് മനസ്സിലായി. മറ്റൊരു ഫാക്ടറാണ് ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാനില്ല. ഒരു മീഡിയത്തിലൂടെ ലൈറ്റ് ഏത് സ്പീഡിലാണ് കടന്നു പോകുന്നത് എന്നത് കാണിക്കുന്നതിനുള്ള ഒരു മെഷറാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് മാത്രം മനസ്സിലാക്കുക. ഓരോ മീഡിയത്തിനും ഓരോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല ഗ്ലാസിൻ്റെത്, ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല വാട്ടറിൻ്റെത്. സോ ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ആ മീഡിയത്തിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേയുടെ ഡീവിയേഷൻ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. What are the factors on which the deviation of a ray of light depend? First one, refractive index of the medium. Second one, wavelength of the color of light. So when light passes through a glass prism, it undergoes refraction at the two refracting faces of the prism. The extent of deviation depends on the wavelength of light. Red deviates the least because of its longer wavelength. What about violet, which has a shorter wavelength? Violet deviates the most. What about the other colors? The wavelength of other colors lie in between red and violet. Hence, their deviation occurs proportionally and is arranged between red and violet. So, the glass prismത്തിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ആ പ്രിസത്തിന്റെ രണ്ട് ഫേസസിൽ വെച്ച് ആ ലൈറ്റ് റേക്ക് റിഫ്രാക്ഷൻ ഉണ്ടാകും. ആ ലൈറ്റ് റേയുടെ ഡീവിയേഷന്റെ എക്സ്റ്റെന്റ് അല്ലെങ്കിൽ അതിന്റെ അളവ് എന്നത് ആ ലൈറ്റിലെ കളേഴ്സിന്റെ വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വേവ് ലെങ്ത് കൂടിയ കളേഴ്സ് കുറച്ചേ ഡീവിയേറ്റ് ചെയ്യത്തുള്ളൂ. റെഡിന് വേവ് ലെങ്ത് വളരെ കൂടുതലായതുകൊണ്ട് റെഡ് ആയിരിക്കും ഏറ്റവും കുറവ് ഡീവിയേറ്റ് ചെയ്യുന്നത്. വയലറ്റിനാണ് വേവ് ലെങ്ത് ഏറ്റവും കുറവ്, അതുകൊണ്ട് വയലറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത്. റെഡിന്റെയും വയലറ്റിന്റെയും വേവ് ലെങ്തുകളുടെ ഇടയ്ക്കായിട്ടാണ് മറ്റ് കളേഴ്സിന്റെ വേവ് ലെങ്ത്സ് വരുന്നത്. അത് കാരണം ഈ റെഡിനും വയലറ്റിനും ഇടയ്ക്കായിട്ട് മറ്റ് കളേഴ്സ് ഡീവിയേറ്റ് ചെയ്യപ്പെടും. ഫിഗർ 3.6ൽ ഒരു ആക്ടിവിറ്റി കാണിച്ചിരിക്കുന്നത് നോക്കുക. ഒരു ട്രേയിൽ വെള്ളം നിറയ്ക്കുക. ഒരു പ്ലെയിൻ മിറർ ഈ ട്രേയിൽ ചെരിച്ചു വെക്കുക. ഈ ട്രേയുടെ മുകളിലായിട്ട് സ്ക്രീൻ പിടിക്കുക. സൺലൈറ്റ് ഈ ട്രേയിലേക്ക് വീഴാൻ അനുവദിക്കുക. ഈ ട്രേയുടെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ സ്ക്രീനിൽ റെയിൻബോയിൽ കാണപ്പെടുന്ന കളേഴ്സ് കാണപ്പെടും. വാട്ട് ഡു യു ഒബ്സർവ് എന്നിവിടെ ചോദിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് കളേഴ്സ് ആസ് ഇൻ എ റെയിൻബോ ഈസ് സീൻ ഓൺ ദ സ്ക്രീൻ. ഇങ്ങനെ ലൈറ്റ് അതിന്റെ കമ്പോണന്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഫിനോമിനന് ഡിസ്പെർഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് സ്ക്രീനിൽ റെയിൻബോ കളേഴ്സ് കിട്ടിയതെന്ന് നോക്കാം. സൺലൈറ്റ് ഈ ട്രേയിലെ വെള്ളത്തിൽ വന്ന് വീഴുമ്പോൾ ലൈറ്റ് പാസ് ചെയ്യുന്നത് എയറിൽ നിന്ന് വാട്ടറിലേക്കാണ്. അത് കാരണം അവിടെ റിഫ്രാക്ഷൻ ഉണ്ടാകും. ആ ലൈറ്റിന് ഡീവിയേഷൻ ഉണ്ടാകും. ഈ സൺലൈറ്റിലെ ഓരോ കളറിനും ഉണ്ടാകുന്ന ഡീവിയേഷൻ വ്യത്യസ്തമാണ്.
അങ്ങനെ പല രീതിയിൽ ഡീവിയേറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റ് റേസ് ആണ് ഈ മിററിൽ വെച്ച് റിഫ്ലക്ട് ചെയ്ത് ഈ സ്ക്രീനിൽ വന്ന് വീഴുന്നത്. സോ ഈ സൺലൈറ്റ് വാട്ടർ സർഫസിൽ വന്ന് വീഴുമ്പോൾ പല കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ കളേഴ്സ് ഈ സ്ക്രീനിൽ കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പ്ലെയിൻ മിറർ ഇവിടെ ചെരിച്ച് വെച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ബേസ്ഡ് ഓൺ ദ ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വെൻ ലൈറ്റ് റേ പാസസ് ത്രൂ വാട്ടർ ഇറ്റ് അണ്ടർഗോസ് റിഫ്രാക്ഷൻ. ദ എക്സ്റ്റെന്റ് ഓഫ് ഡീവിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെങ്ത് ഓഫ് ദ കളേഴ്സ് ഓഫ് ലൈറ്റ്. സോ ഈ രണ്ട് എക്സ്പെരിമെന്റ്സിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, സൺലൈറ്റിൽ പല കളേഴ്സ് ഉണ്ട്. ഇങ്ങനെ പല കളേഴ്സ് ഉള്ള ലൈറ്റിന് പറയുന്ന പേരാണ് കോമ്പസിറ്റ് ലൈറ്റ്. സൺലൈറ്റ് ഒരു കോമ്പസിറ്റ് ലൈറ്റ് ആണ്. ഒരു കോമ്പസിറ്റ് ലൈറ്റ് അതിന്റെ കമ്പോണന്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്ന ഫിനോമിനന് പറയുന്ന പേരാണ് ഡിസ്പെർഷൻ. Light composed of different colors is a composite light. Dispersion of light is the phenomenon of splitting up of a composite light into its component colors. റെയിൻബോ ഉണ്ടാകുന്നത് ഡിസ്പെർഷൻ മൂലമാണോ എന്നതാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. നമ്മളെല്ലാം റെയിൻബോ കണ്ടിട്ടുണ്ട്. റെയിൻബോ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഫിഗർ 3.7ൽ കാണിച്ചിരിക്കുന്നത്. സൂര്യൻ നമ്മുടെ പുറകിലായിട്ട് വരുന്ന രീതിയിൽ നിൽക്കുക. അതിനുശേഷം എയറിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യുക. അപ്പോൾ ഈ റെയിൻബോ കളേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി സൂര്യനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ നിന്നുകൊണ്ട് വെള്ളം സ്പ്രേ ചെയ്യുക. അപ്പോൾ ഈ റെയിൻബോ കളേഴ്സ് കാണാനായിട്ട് സാധിക്കത്തില്ല. അതായത് സൂര്യന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും റെയിൻബോ എപ്പോഴും ഫോം ചെയ്യുന്നത്. സൂര്യൻ ഈസ്റ്റിലാണെങ്കിൽ റെയിൻബോ കാണപ്പെടുന്നത് വെസ്റ്റിലായിരിക്കും. റെയിൻബോ ഈസ് ഓൾവേസ് ഫോംഡ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ സൺ. വേർ വിൽ ബി ദ സൺ ബി വെൻ എ റെയിൻബോ ഈസ് സീൻ ഇൻ ദ ഈസ്റ്റ്? റെയിൻബോ ഈസ്റ്റിൽ കാണപ്പെട്ടാൽ സൺ വെസ്റ്റിലായിരിക്കും. What about the position of the sun when a rainbow is seen in the west? Answer is east. സ്കൈയിൽ റെയിൻബോ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നതാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. റെയിൻബോ സാധാരണ കാണപ്പെടുന്നത് മഴയ്ക്ക് ശേഷമാണ്. അതായത് അറ്റ്മോസ്ഫിയറിൽ വാട്ടർ ഡ്രോപ്സ് ധാരാളം ഉള്ളപ്പോഴാണ് റെയിൻബോ കാണപ്പെടുന്നത്. ഒരു വാട്ടർ ഡ്രോപ്പിലൂടെ സൺലൈറ്റ് കടന്നു പോകുമ്പോൾ ആ സൺലൈറ്റിന് 2 തവണ റിഫ്രാക്ഷൻ സംഭവിക്കും. സൺലൈറ്റ് ഈ വാട്ടർ ഡ്രോപ്ലെറ്റിൽ കയറുമ്പോഴും വാട്ടർ ഡ്രോപ്ലെറ്റിൽ നിന്ന് ലീവ് ചെയ്യുമ്പോഴുമാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. ഇത് വാട്ടർ ഡ്രോപ്ലെറ്റിലോട്ട് കയറുമ്പോൾ സൺലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എയറിൽ നിന്ന് വാട്ടറിലേക്കാണ്. വാട്ടർ ഡ്രോപ്ലെറ്റിൽ നിന്ന് ലീവ് ചെയ്യുമ്പോൾ സൺലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് വാട്ടറിൽ നിന്ന് എയറിലേക്കാണ്. അതുകൊണ്ട് ഈ ലൈറ്റ് റേക്ക് ബെൻഡിങ് ഉണ്ടാകും. അതാണ് റിഫ്രാക്ഷൻ. ഈ വാട്ടർ ഡ്രോപ്പിന്റെ ഉള്ളിൽ വെച്ച് സൺലൈറ്റിന് ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാകും. സോ 2 തവണ റിഫ്രാക്ഷനും ഉണ്ടാകുന്നുണ്ട്, 1 തവണ ഇന്റേണൽ റിഫ്ലക്ഷനും ഉണ്ടാകുന്നുണ്ട്. ഈ റിഫ്രാക്ഷൻ ഉണ്ടാകുമ്പോൾ അതിന്റെ പാത്തിന് ഡീവിയേഷൻ സംഭവിക്കും. ആ ഡീവിയേഷന്റെ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് ഈ സൺലൈറ്റിലെ കളേഴ്സിന്റെ വേവ് ലെങ്തിന് അനുസരിച്ചായിരിക്കും. സൺലൈറ്റിലെ ഓരോ കളേഴ്സും ഓരോ രീതിയിലായിരിക്കും ഡീവിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഈ സൺലൈറ്റ് 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത കളേഴ്സിനാണ് ഇന്റേണൽ റിഫ്ലക്ഷൻ ഈ വാട്ടർ ഡ്രോപ്ലെറ്റിന്റെ ഉള്ളിൽ വെച്ച് സംഭവിക്കുന്നത്. അതിനുശേഷം ആ 7 കളേഴ്സിനും വീണ്ടും റിഫ്രാക്ഷൻ ഉണ്ടാകുന്നു. ഓരോ വാട്ടർ ഡ്രോപ്ലെറ്റിലും ഇതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് അയാളുടെ കണ്ണിലേക്ക് ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിൽ നിന്നുള്ള എല്ലാ കളേഴ്സും എത്തുന്നില്ല. ഫിഗർ 3.8 നോക്കിയാൽ മനസ്സിലാകും. ഈ ഒബ്സർവറുടെ അടുത്തേക്ക് ഈ വാട്ടർ ഡ്രോപ്ലെറ്റിൽ നിന്ന് എത്തുന്നത് റെഡ് കളറാണ്, ഈ വാട്ടർ ഡ്രോപ്ലെറ്റിൽ നിന്ന് എത്തുന്നത് ബ്ലൂ കളറാണ്.
ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ആ ആളിന്റെ ലൈൻ ഓഫ് വിഷനുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ഏതാണോ അതിനനുസരിച്ചുള്ള കളറ് മാത്രമേ ആ വാട്ടർ ഡ്രോപ്ലെറ്റിൽ നിന്ന് അയാൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. 42.8 ഡിഗ്രി ആംഗിളിലാണ് ഈ ലൈറ്റ് റേ വന്ന് വീഴുന്നതെങ്കിൽ ആ വാട്ടർ ഡ്രോപ്ലെറ്റ് അയാൾ റെഡ് കളറിലായിരിക്കും കാണുന്നത്. 40.8 ഡിഗ്രി ആംഗിളിലാണ് ഈ ലൈറ്റ് റേ വന്ന് വീഴുന്നതെങ്കിൽ ആ വാട്ടർ ഡ്രോപ്ലെറ്റ് ബ്ലൂ കളറിലായിരിക്കും ആള് കാണുന്നത്. അതായത് ഓരോ വാട്ടർ ഡ്രോപ്ലെറ്റും ഓരോ കളറിലായിരിക്കും കാണുന്നത്. അതിന്റെ എല്ലാം ഒരു കമ്പൈൻഡ് ഇഫക്റ്റ് ആയിട്ടാണ് ഈ റെയിൻബോ ഒരു ആർക്ക് രൂപത്തിൽ കാണപ്പെടുന്നത്. നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സൺലൈറ്റ് വാട്ടർ ഡ്രോപ്പിലൂടെ കടന്നു പോകുമ്പോൾ 2 തവണ റിഫ്രാക്ഷൻ ഉണ്ടാവുകയും 1 തവണ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. ഈ റിഫ്രാക്ഷൻ ഉണ്ടാകുമ്പോൾ ലൈറ്റ് പല കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് അവിടെ ഡിസ്പേർഷനും ഉണ്ടാകുന്നുണ്ട്. സോ റിഫ്രാക്ഷന്റെയും ഡിസ്പേർഷന്റെയും ഇന്റേണൽ റിഫ്ലക്ഷന്റെയും ഒരു കമ്പൈൻഡ് ഇഫക്റ്റ് ആയിട്ടാണ് റെയിൻബോ ഉണ്ടാകുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. വെൻ പാസിംഗ് ത്രൂ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വേർ ഡു ലൈറ്റ് റേസ് അണ്ടർഗോ റിഫ്രാക്ഷൻ? ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ എവിടെ വെച്ചൊക്കെയാണ് ലൈറ്റ് റേക്ക് റിഫ്രാക്ഷൻ ഉണ്ടാകുന്നത്? ഓൺ എൻറ്ററിംഗ് ആൻഡ് ലീവിംഗ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ്. വാട്ട് ഹാപ്പൻസ് ടു ദ റിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് ഇൻസൈഡ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ്? വാട്ടർ ഡ്രോപ്ലെറ്റ്സിന്റെ അകത്ത് വെച്ച് റിഫ്രാക്റ്റഡ് ലൈറ്റ് റേസിന് ഉണ്ടാകുന്നത് ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. എ റേ ഓഫ് സൺലൈറ്റ് പാസിംഗ് ത്രൂ എ വാട്ടർ ഡ്രോപ്ലെറ്റ് undergoes refraction twice and internal reflection once. A rainbow is formed as a result of the combined effect of refraction, dispersion and internal reflection. So how is a rainbow formed in the sky? എന്ന് ചോദിച്ചാൽ ഈ ആൻസർ ആണ് എഴുതേണ്ടത്. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും മേരീസ് ഫിസിക്സ് ക്ലാസ്സിനെ കുറിച്ച് പറയണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.